ഹലോ ഗൈസ്, അപ്പോൾ ഇതേ നമ്മൾ എന്താ പറയുക, പിറ്റേ ദിവസം ചെറിയൊരു ഷോപ്പിങ്ങിന് കാര്യങ്ങളൊക്കെ ആയിട്ട് വെളിയിലേക്ക് ഇറങ്ങി. നമ്മൾ വള്ളക്കടയിൽ പോയതാണ് വല്യമ്മച്ചിയെ കൂട്ടാനായിട്ട്. അപ്പോൾ എനിക്കൊരു സാധനം വാങ്ങണമെന്ന് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കയറാറുള്ള നമ്മുടെ കട്ടപ്പനയിലെ അമ്പഴത്തിനാൽ ജ്വല്ലറിയിൽ നമ്മൾ കയറി. അപ്പോൾ വല്യമ്മച്ചി എന്തൊരു കുഞ്ഞു സാധനം ഉണ്ടെങ്കിലും പണ്ട് തൊട്ടേ നമുക്ക് അമ്പഴത്തിനാൽ ജ്വല്ലറിയിൽ നിന്നാണ് വാങ്ങിത്തരുന്നത്. കുഞ്ഞൊരു ജ്വല്ലറിയാണ് കേട്ടോ, പക്ഷേ ഒരുപാട് ഡെവലപ്പായി, ഒരുപാട് അവരുടെ ഷോപ്പൊക്കെ ചേഞ്ചായി, ഒരുപാട് ഐറ്റംസ് ഡയമണ്ട്സ് പോലും അവിടെ ഇപ്പം ചെറിയ രീതിയിലൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു ഷോപ്പാണ് കേട്ടോ. നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മൾ ജോയ് ആലുക്കാസ് അങ്ങനെ അതുപോലെയുള്ള ഇൻ്റർനാഷണൽ ഫെയിം കാര്യങ്ങളൊന്നുമല്ല. എന്താ പറയുക, ഒരു വ്യക്തികളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഷോപ്പാണ്. അപ്പോൾ ഇതേ നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രേ കാണുമ്പോൾ അറിയാം ഇപ്പോഴത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ഈ ആമമോതിരം ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്ന് അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിലല്ല, പക്ഷേ ആമമോതിരം കയ്യിലിട്ട് ഞാൻ പലരുടെ കണ്ടപ്പോഴും എനിക്കൊരു ഭംഗി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ആമമോതിരം വാങ്ങണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം കുറേ നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആമമോതിരം അതെ, നവരത്ന മോതിരം അതെ, രണ്ടും എനിക്ക് അതിനോടുള്ള ഭംഗി കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിൽ വിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളല്ല, അതിനോട് എനിക്ക് അങ്ങനെ അത്ര ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല. പക്ഷേ അതിൻ്റെ അത് ഇടുമ്പോൾ കയ്യിലൊരു ഭംഗി ഉണ്ടെന്ന് തോന്നിയിട്ട്, മറ്റുള്ളവരുടെ കയ്യിൽ കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നിയിട്ട് അത് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഇന്ന് ആഗ്രഹം സഫലമാകാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഞാൻ കയറി നോക്കുന്നൊക്കെ ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതിലേ പോയപ്പം വല്യമ്മച്ചി അതേ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിന്നോ, ഞാൻ താഴെ ചന്ത വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ ഇതേ കുഞ്ഞിക്ക് നേരത്തെ അരഞ്ഞാണവും വെള്ളി കൊലുസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് തന്നെയായിരുന്നു. അതിൻ്റെ വീഡിയോയും നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ വലിയ സൈസും അതുപോലെ തന്നെ വെയിറ്റ് കൂടിയതൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് സെലക്ട് ചെയ്യാൻ ഒരുപാട് പീസസ് അവിടെ വെച്ചിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. വേറെ ഒരു ഓപ്ഷൻ നോക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യം, അത്ര വലിയ ഇത് വാങ്ങണം എന്നുള്ള നിർബന്ധ കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അത്ര കാര്യമായിട്ട് നമ്മൾ നോക്കിയില്ല. പക്ഷേ ഇട്ട് നോക്കിയതൊക്കെ എനിക്ക് ചെറുതായിട്ട് തോന്നിയതൊക്കെ എനിക്ക് സൈസ് ഭയങ്കര വലുതായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഇച്ചിരി വെയിറ്റ് കൂടുതലായിരുന്നു. പക്ഷെ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു എന്താ പറയുക ആലോചനയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു തീരുമാനം എടുക്കാനായിട്ട് എനിക്ക് കുറേ സമയം എടുത്തു. കാരണം വെല്ലുമിച്ച് വരുന്നവരെ സമയമുണ്ടല്ലോ. അപ്പം ആ കടയിൽ വേറെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഓൾമോസ്റ്റ് പർച്ചേസ് കഴിയാറായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ആ ചേട്ടനുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നാളുകൂടിയൊക്കെ കാണുന്നല്ലേ, അങ്ങനെയൊക്കെ ഇരുന്നു. അങ്ങനെ അവസാനം ഞാൻ ഇത് ഫൈനലൈസ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങി കേട്ടോ. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്, ആമമോതിരം ഇട്ടാൽ ഭയങ്കര എന്തോ സംഭവിക്കുമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അനുഭവിച്ചറിയാം. എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്, എന്ത് മാറ്റമാണ് വരുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അറിവൊക്കെ. അപ്പോൾ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.